ആ സ്നേഹത്തിന് കൂലി ഉണ്ടാവും, അല്ലാതെ ആ ചെയ്തിക്ക് കൂലി ഉണ്ടാവില്ല. ആ സ്നേഹത്തിന് ഒരാൾ കൂലി ഉണ്ടാവും. ഒരാളിപ്പോൾ നബിക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ഒരാൾ ഇഷ്ടപ്പെടുകയാണ്, ആ നബിയോട് ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ് എങ്കിൽ ആ സ്നേഹം പ്രോത്സാഹിപ്പിക്കപ്പെടാം. അതുകൊണ്ട് ഈ കാര്യം സുന്നത്താകുമ്പോൾ വെച്ചാൽ അത് സുന്നത്താവുക. അപ്പം നബി അങ്ങനെ ചെയ്ത കാര്യങ്ങളിൽ അതിൽ നമുക്ക് മനസ്സിലാകുക നബിക്കും നമുക്കും അത് അനുവദനീയമാണ് എന്നാണ് അതറിയിക്കുക. നബി കാര്യം ചെയ്തു, പ്രത്യേകിച്ച് കൽപ്പന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, മാനുഷികമായി ചെയ്ത കാര്യങ്ങളാണ് എങ്കിൽ നബിക്ക് ജായിസാണ്, നമുക്കും അത് ജായിസാണ് എന്ന് കിട്ടും അസ്ലിയായിട്ട്. എന്നാൽ നബിക്ക് മാത്രമാണ് ജായിസ്, നമുക്ക് ജായിസ് അല്ല എന്ന് പ്രത്യേകം തെളിവുണ്ടെങ്കിൽ നബിക്ക് മാത്രം ജായിസായി പരിഗണിക്കപ്പെടുകയും ചെയ്യും. ഇപ്പം നബി ചെയ്തു, നമ്മോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, അപ്പം നബി ചെയ്തിട്ടുണ്ട്, അപ്പം നബിക്കത് മാത്രം അനുവദിക്കപ്പെട്ട കാര്യമാണ്, നമുക്കത് അനുവാദമില്ല എന്നതിന് പ്രത്യേകം തെളിവ് വേണം. ആ തെളിവില്ലാത്ത കാലത്തോളം നബിക്കും നമുക്കും അനുവദനീയമാണ് എന്നാണ് അത് അറിയിക്കുക. എന്നാൽ മതത്തിൻ്റെ ഭാഗമായി ചെയ്ത കാര്യങ്ങളാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അത് സുന്നത്താണ് എന്ന് കിട്ടും, അല്ലെങ്കിൽ വാജിബാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്ന വല്ല സാഹചര്യ തെളിവുകളും ഉണ്ടെങ്കിൽ അത് വാജിബാണ്, നിർബന്ധമാണ് എന്നും അതിൽ നിന്ന് മനസ്സിലാക്കാം. അതാണ് നബിയുടെ ചെയ്തികളുമായി ബന്ധപ്പെട്ടൊരു അടിസ്ഥാന തത്വം. അപ്പോൾ ആ സ്വഹാബിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ ഖത്താബിൻ്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട്. ചെറുപ്പത്തിലെ വലിയ ആലിമാണ്, നല്ല ബുദ്ധിശക്തിയുള്ള ആളാണ്. നബിയുടെ കൂടെ ചെറുപ്പത്തിൽ സഹവസിക്കാൻ അവസരം കിട്ടിയവരാണ്. നബിയുടെ സദസ്സുകളിൽ വാപ്പാൻ്റെ കൂടെ കയ്യും പിടിച്ച് അദ്ദേഹം ചെറുപ്പത്തിലെ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു സദസ്സിൽ ചോദിച്ചു, ഒരു മരമുണ്ട്, ആ മരം സത്യവിശ്വാസിയുടെ ഉപമയാണ്, ആ മരം ഒരു കാലത്തും പൂർണ്ണമായും ഇലക്കൊഴിയുകയില്ല, എല്ലാ ഇലയും കൊഴിഞ്ഞാടി ഒന്നുമില്ല നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാവുകയില്ല, ആ മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപകാരപ്രദവുമാണ്, അതാണ് വിശ്വാസിയുടെ ഉപമ, ഏതാണ് മരം എന്ന് നബിക്ക് സദസ്സിൽ ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ്, ഉസ്മാൻ അഫ്ഫാനൊക്കെ സദസ്സിലുണ്ട്. പലരും പല മരങ്ങളും പറഞ്ഞു. അവിടെയൊക്കെ അവർക്ക് പരിചയമുള്ള പല മരങ്ങളെപ്പറ്റി പലരും ഇങ്ങനെ ആലോചിച്ചു. ഇബ്നു ഉമറിൻ്റെ മനസ്സിൽ വന്നു ഇത് ഈത്തപ്പന മരയാണ്. പക്ഷെ അത് പറയാനൊരു മടി, കാരണം കുട്ടിയാണ്, വലിയ 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 കാരണന്മാരൊക്കെ ഇരിക്കുന്ന സദസ്സ്. ഇനിയിപ്പോൾ അഥവാ പറഞ്ഞ് തെറ്റിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതൊരു മോശത്തിലാവുമല്ലോ, അപ്പം അദ്ദേഹം പറഞ്ഞില്ല. അപ്പം എല്ലാവരും പലരും പലതും പറഞ്ഞു. അവസാനം നബി പറഞ്ഞു അത് ഈത്തപ്പന മരമാകുന്നു എന്ന് നബി പറഞ്ഞു. കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇബ്നു ഉമർ വാപ്പാട് പറഞ്ഞു, വാപ്പൻ്റെ മനസ്സിൽ അത് ഈത്തപ്പനയാണ് വന്നിരുന്നു, പക്ഷെ നിങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുള്ളതൊക്കെ ഞാനത് മിണ്ടാതിരുന്നതാണ്. അപ്പോൾ ഉമർ ഖത്താബ് പറയുന്നുണ്ട്, മോനെ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായിരുന്നു. കാരണം അങ്ങനത്തെ സദസ്സിൽ എൻ്റെ മകൻ ഒരു ഉത്തരം പറഞ്ഞു, ആ ഉത്തരം ശരിയായി ഏത് വാപ്പാക്കും വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം ഞാനത് പറഞ്ഞിരുന്നുവെങ്കിൽ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം അതാകുമായിരുന്നു എന്ന് ഉമർ ഖത്താബ് പിന്നീട് അവനോട് പറയുന്നുമുണ്ട്. അപ്പം അത്രയും നല്ല ബുദ്ധി സാമർഥ്യമുള്ള ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അപ്പം അദ്ദേഹമാണ് ഈ ഹദീസ് റിപ്പോർട്ട് നബിയിൽ നിന്ന് നമുക്ക് ഉദ്ധരിച്ച് നൽകുന്നത്.